മുബഷീർ ബി അക്ബറാണ് ചേരുന്നത്. മലബാർ മേഖലയിലെ വാർത്തകളൊന്ന് നമുക്ക് നോക്കാം. മുബഷീർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്, ഈ കോൺഗ്രസിനെതിരെ പരാതിയുമായി NM വിജയന്റെ കുടുംബം നീതി ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്നും കുടുംബത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഈ തെളിവുകളൊക്കെ ഇങ്ങനെ പുറത്തുവിട്ടാൽ ഈ അടിത്തറ ഇളകുമോ മുബഷീർ, കോൺഗ്രസിന്റെ ഒക്കെ വയനാട്? തീർച്ചയായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വരാനിരിക്കുന്ന വേളയിൽ കോൺഗ്രസ് നേതൃത്വത്തെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ് NM വിജയന്റെ കുടുംബത്തെ ഇപ്പോഴത്തെ ആരോപണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പ്രിയങ്ക ഗാന്ധിയുമായുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് കുടുംബം ശ്രമിച്ചിരുന്നെങ്കിലും അതിന് സാധിക്കാതെ വന്നതോടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് NM വിജയന്റെ മരുമകൾ പത്മജ രംഗത്ത് വന്നിരുന്നത്. കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട്. 10 ദിവസത്തിനുള്ള വിഷയത്തിൽ പരിഹാരമായിട്ടില്ലെങ്കിൽ നിരവധി തെളിവുകൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടും. കോൺഗ്രസ് നേതാക്കളുടെ വെള്ളയും ധരിച്ചു നടക്കുന്ന പല നേതാക്കളുടെയും യഥാർത്ഥ മുഖം വലിച്ചു കീറുമെന്നുള്ളതാണ് ഈ ഒരു കുടുംബം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന നേതാക്കൾക്കെതിരെ പരാതി നൽകാനും ഈ ഒരു കുടുംബം ഒരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ 10 ലക്ഷം രൂപ ലഭിച്ചു, പിന്നീട് 2.5 കോടിക്ക് രൂപകളുടെ മുകളിലുള്ള കടബാധ്യതയുള്ളത് കൊണ്ട് അത് തീർപ്പാക്കാൻ പാകത്തുള്ള ഇടപെടൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ കൂടിയാകാം ഇത്തരമൊരു നീക്കം കുടുംബം നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ കുടുംബത്തിന്റെ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായേക്കാം. മറ്റൊന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ അപകടത്തിൽ അന്വേഷണം തുടരുകയാണ്. ചികിത്സാ ഉപകരണങ്ങൾക്ക് കേടുപാടില്ലെന്നാണ് നിലവിലെ കണ്ടെത്തൽ. അല്ലേ, MRI സ്കാനറിന്റെ UPS യൂണിറ്റ് കത്തിയത് ചൂടുപിടിച്ച് ബാറ്ററി പൊട്ടിത്തെറിച്ചാണെന്നാണ് നിഗമനം. അപ്പോൾ കാഷ്വാലിറ്റി 2 ദിവസത്തിനകം സജ്ജമാകുമെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നിശ്ചയമായും ഈ ഒരു പ്രശ്നമുണ്ടായ ഘട്ടത്തിൽ തന്നെ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടെ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ ഒരു കുറവൊക്കെ തന്നെ ഉണ്ടെങ്കിലും യുദ്ധകാലാടിസ്ഥാനത്തുള്ള പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നൊരു പരിശോധനയിലാണ് ഇത്തരമൊരു കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ചികിത്സാ ഉപകരണങ്ങൾക്കൊന്നും തന്നെ കേടുപാടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. MRI സ്കാനറിന്റെ UPS യൂണിറ്റ് കത്തിയത് ചൂട് പിടിച്ച് ബാറ്ററി പൊട്ടിത്തെറിച്ചാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കാലാവസ്ഥയുടെയൊക്കെ തന്നെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ചൂടൊക്കെ തന്നെ കൂടി വരുന്നൊരു സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പരിശോധനയിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ ഇന്ന് ഒരു CT സ്കാനർ പരിശോധന നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം 2 ദിവസത്തിനകം സജ്ജമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ സൂപ്രണ്ടും വ്യക്തമാക്കുന്നത്. മെഡിക്കൽ കോളേജിലെ പഴയ കാഷ്വാലിറ്റി ഇപ്പോൾ താൽക്കാലികമായി സജ്ജമാക്കിക്കൊണ്ട് ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സ്റ്റോക്ക് റൂമായിട്ടായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത്. അവിടെയുള്ള സാധനങ്ങളൊക്കെ തന്നെ മാറ്റി പഴയ കാഷ്വാലിറ്റിയിലേക്ക് ബെഡുകൾ ഉൾപ്പെടെയുള്ള മോണിറ്ററുകളും മറ്റു ചികിത്സാ ഉപകരണങ്ങൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം താൽക്കാലികമായി അവിടെ ആരംഭിച്ചിട്ടുമുണ്ട്. ശരി, മുബഷീർ പി അക്ബറാണ് വാർത്തകൾ വിശദീകരിച്ചത്.